ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട പോളിംഗ് ഇന്ന്, അതായത് മെയ് 7-ാം തീയതിയാണ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 92 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങൾ, കർണാടകയിലെ 14, മധ്യപ്രദേശിലെ 8, യു.പിയിലെ 10 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങൾ എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ടവ. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, നാരായണൻ റാണെ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ, ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി നേടുന്ന പ്രമുഖരായ മത്സരാർത്ഥികൾ. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ചേർന്ന് നേതൃത്വം നൽകുന്ന ബി.ജെ.പി. മുന്നണിക്ക് ഓപ്പോസിറ്റായി ഇന്ത്യ മുന്നണി അണിനിരത്തുന്നത് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവിനെയാണ്. അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി യു.പിയിൽ മത്സരിക്കുന്നത്. ഒരു കാലത്ത് യു.പിയുടെ ശക്തി കേന്ദ്രമായിരുന്ന പാർട്ടിയായ കർണാടകയിലെ ഇലക്ഷൻ നടക്കുന്നത് ഒവൈസിയുടെ പാർട്ടിയായ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയും സ്വതന്ത്രമായാണ് മത്സരിക്കുന്നത്. ഇവർ നേടുന്ന വോട്ടുകൾ വിജയികളെ നിർണ്ണയിക്കുന്നത്. മുന്നണി സമവാക്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനമായാണ് ഇത്തവണ വെസ്റ്റ് ബംഗാൾ മാറിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തനിച്ചാണ് മത്സരിക്കുന്നത്. 42 സീറ്റുകളും ഇരുവരും മത്സരിക്കുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റും ഒന്നിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത്. 23 സീറ്റുകളിൽ CPI മത്സരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 12 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. RSP 3 സീറ്റുകളിലും CPI 2 സീറ്റുകളിലും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റിലും മത്സരിക്കുന്നു. 14 മണ്ഡലങ്ങളിലാണ് കർണാടകയിലെ ഇലക്ഷൻ നടക്കുന്നത്. ജനതാദളിൻ്റെ നേതാവായ പ്രജ്വൽ രേവണ്ണയുടെ വിവാദങ്ങൾക്ക് ശേഷം നടത്തുന്ന ഇലക്ഷനാണിത്. ഭാരതീയ ജനതാ പാർട്ടിയും ജനതാദൾ സെക്യുലറും ഒന്നിച്ചാണ് കർണാടകയിൽ മത്സരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് DK ശിവകുമാറാണ്. 11 മണ്ഡലങ്ങളിലായാണ് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ പാർട്ടികളെല്ലാം പിളർന്ന് 2 ചേരിയിലേക്ക് ചേർന്ന് വന്നതാണ്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന NDA മുന്നണിയിലേക്കും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഇന്ത്യ മുന്നണിയിലേക്കും ചേർന്നു. അതുപോലെ NCPയുടെ ശരത് പവാർ പക്ഷം ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിന്നപ്പോൾ അജിത് പവാർ പക്ഷം NDA മുന്നണിയിലേക്ക് കൂറുമാറി. NCPയുടെ ശരത് പവാർ വിഭാഗത്തിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളായ സുപ്രിയ സുവളാണ്. പൃഥ്വിരാജ് ചവാൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ ശക്തിയാർജിച്ചു വരുന്നു. ഭാരതീയ ജനതാ പാർട്ടി 28 സീറ്റിലും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം 15 സീറ്റിലും NCPയുടെ സുനിൽ താക്കറെയുടെ നേതൃത്വത്തിൽ 4 സീറ്റിലുമാണ് NDA മുന്നണിക്കായി മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കായി ശിവസേനയുടെ ഉദ്ധവ് താക്കറെ 21 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17 സീറ്റിലും NCPയുടെ സുപ്രിയ സുവളിൻ്റെ നേതൃത്വത്തിൽ 10 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. ബി.ജെ.പിക്ക് വ്യക്തമായ മുൻതൂക്കമുള്ള മധ്യപ്രദേശിൽ 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. മുന്നേറുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയായി ഇവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും തൂത്തുവാരിയ നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. ഗാന്ധിനഗറിൽ അമിത് ഷാ അടക്കം ഇന്ന് മത്സരിക്കുന്നുണ്ട്. 5 മണ്ഡലങ്ങളിലാണ് ബീഹാറിൽ ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. കൂറുമാറിയെത്തിയ നിതീഷ് കുമാറിനോടൊപ്പം ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണിയെ ഇവിടെ മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കായി തേജസ്വി യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുകയാണ്. ബീഹാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയാണ് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള RJD. ഛത്തീസ്ഗഡിൽ 7, ഗോവയിൽ 2, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപിൽ 2, ജമ്മു കാശ്മീരിൽ 1, അസമിൽ 4 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. അങ്ങനെ ആകെ 92 മണ്ഡലങ്ങളിൽ ഇന്ത്യൻ ജനത ഇന്ന് വിധി കുറിക്കും.